നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമുക്ക് റീഡിങ്സ് നോക്കാം. റീഡിങ്സിൽ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് ഇതിലൊരു ഫസ്റ്റിലെ റീഡിങ്ങിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ്സ് ഇടുന്നത്. കാരണം കുറേ ആളുകൾ റീഡിങ്സ് കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആവണം എന്നില്ല. അപ്പം റെസനേറ്റ് ആകാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ടോപ്പിക്ക് ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനാണ്, ബ്രേക്കപ്പ്, മാരിറ്റൽ റിലേഷനാണ്, സെപ്പറേഷൻ ഫേസ് ആണ്, ലെസ് കോൺടാക്റ്റ് ആണ്, അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. കാരണം റീഡിങ്സ് ടൈംലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എപ്പം ഈ ഒരു റീഡിങ്സ് 2-3 വർഷത്തിന് ശേഷം നിങ്ങൾ കണ്ടാലും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യാം. കാരണം സ്പേസ് ക്ലെൻസ് ചെയ്യാം, കാർഡ്സ് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ്സ് വെച്ചിട്ടാണ് റീഡിങ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു കാർഡ്സിനെ ക്ലെൻസ് ചെയ്തെടുക്കാം. അപ്പം ഞാനെന്താ കാർഡ്സ് ഫേസ് ഡൗൺ പൊസിഷനിൽ വെച്ചിട്ടാണ്, ഫേസ് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ സ്പേസ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ, ക്ലെൻസ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, റിലീസ് ചെയ്യുക നെഗറ്റിവിറ്റീസൊക്കെ. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, വായിക്കൂടെ റിലീസ് ചെയ്യുക. മൂക്കിൽ കൂടെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ വായിക്കൂടെ റിലീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നെഗറ്റിവിറ്റീസ് വെളിയിലേക്ക് പോകും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫസ്റ്റിൽ തന്നെ കാർഡ്സ് നിങ്ങളെ കാണിക്കൂ കേട്ടോ. ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിങ്ങനെ വയ്ക്കുകയാണ്. ഇവിടെ ഒരു 15 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 15 ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം ആരുടെയെങ്കിലും ഒരു പക്ഷേ. ഫസ്റ്റ് കാർഡ് ടോട്ടാലിറ്റിയുടെ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ടോട്ടാലിറ്റിയുടെ കാർഡ്സ് എന്താ പറയുന്നതെന്ന് അറിയുമോ? പാർട്ടിസിപ്പേഷൻ. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു യുണൈറ്റി ഇല്ല. നമ്മൾ പറയത്തില്ല, ഏതൊരു റിലേഷൻ മുന്നോട്ട് പോകണമെങ്കിലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ഈ റിലേഷനിൽ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. ഈ ഒരു വ്യക്തി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ റിലേഷന് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും, ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവും, യെസ് ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആയാൽ പോരാ, ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻസ് വേണം. ഓക്കെ, ഒത്തിരിയധികം ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെയാണ് ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഒത്തിരിയധികം സ്ട്രെസ്സുകൾ ഉണ്ടാവാം, കുറേയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി എത്രമാത്രം ഓവർ തിങ്ക് ചെയ്യാറുണ്ട്, എത്രയധികം മെൻ്റൽ കോൺഫ്ലിക്റ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി പ്രസൻറ്റ് മൊമെൻറ്റിൽ ഉള്ളത്. അതിൽ ഈ ഒരു വ്യക്തി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എന്താണ്, ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എങ്കിൽ പോലും നിങ്ങൾ ഏത് എനർജിയിലാണ്? നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് എനർജിയിലാണ്. ആ ഒരു വ്യക്തിയാണെങ്കിലും ശരി, അവർ മാക്സിമം എന്താ പറയുക, ഹോൾഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ മൈൻഡിലുള്ള ഒരു ഡിസയർ മാത്രമാണ്. പക്ഷേ അത് ആക്ഷൻ വൈസ് വന്നാലാണ് അത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത്. അത് ആക്ഷൻ വൈസ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ടില്ല, കാരണം അത്രയ്ക്കും നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ലിറ്ററലി ഐ എം ഡൺ വിത്ത് ദിസ് എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു ടൈമിന് ശേഷം ഏതൊരു റിലേഷൻ ആണെങ്കിലും ശരി, ഏതൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും ശരി, അത്രയും ഹേർട്ട് ആയതിനു ശേഷം വീണ്ടും ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, ഒരു പക്ഷെ അത് നമ്മൾക്ക് മൈൻഡിൽ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഹാൻഡ് വീണ്ടും ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണത്, ഒരു അഡ്വഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സാഹസ്യത്തിന് മുതിരുന്നില്ല. അയാൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മട്ടിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. എനിക്ക് ഒരു എനർജീസുമാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ.
ഫ്രണ്ട്ലിനെസ്. ഇത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാർഡാണ്. ഈ ഒരു കാർഡ്സ് ഓൾറെഡി എനിക്ക് മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കാർഡ്സും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. 2 ഓഫ് പെൻഡക്കിൾസ്, 2 ഓഫ് കപ്സിൻ്റെ എനർജീസ്. ഫ്രണ്ട്ലിനെസ് മീൻസ് 2 ഓഫ് കപ്സ്. ഓക്കെ, പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഈ റിലേഷൻ കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പം ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം എല്ലാ റിലേഷൻസിനും ഒരു നെയിമുണ്ട്, പക്ഷെ നമ്മളുടെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻജന്മ ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബന്ധമാണ്. പക്ഷെ നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു ലെവൽ കണക്ഷനാണെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് നിൻ്റെ ലൈഫിൽ എന്ത് പ്രയോറിറ്റി ആണെന്ന് ചോദിച്ചതിനൊരു ആൻസർ ഈ ഒരു വ്യക്തി ഇതായിരിക്കും തന്നിട്ടുണ്ടാവുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും സോൾ ലെവലിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ കണക്റ്റഡ് ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോഴായിരിക്കാം ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു എനർജിയൊക്കെ ആ ഒരു വ്യക്തിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് ഉണ്ട്, അവർ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണ്. പക്ഷേങ്കിൽ ചില ആളുകൾ ഇമോഷണൽ മെച്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ എത്ര ഇമോഷൻസും ഫീലിങ്സും ഉണ്ടെങ്കിലും അതിനെ എക്സ്പ്രസ് ചെയ്യാതെ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഉള്ളത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികളായിരിക്കാം നിങ്ങൾ തമ്മിൽ. ലൈക്ക് എന്താ പറയുക, ഇപ്പം ക്യാരക്ടർ വൈസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഒരാൾ അൺമാരീഡ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എടുത്തത് ഞാനൊരു ഡിഫറൻസസും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ ഡിഫറൻസസ് ഇവിടെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സയൻസ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസ്. ആൻഡ് ഫസ്റ്റ് കാർഡിൽ വന്നിട്ട് പാർട്ടിസിപ്പേഷൻ്റെ എനർജീസ് ഏരീസ്, ലിയോ, സജിറ്റേരിയസ്, ഫയർ സൈൻ. ഓക്കെ, ട്രാവലിംഗ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി മാറിപ്പോയി. നിങ്ങളുടെ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ടുള്ള ഒരു തോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രീതികളൊക്കെ ഇപ്പോൾ മാറിപ്പോയിരിക്കുക എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. കാരണം എന്താ, ഈ നമ്മൾ പറയില്ലേ, മാറിയ സാഹചര്യങ്ങളുമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എന്നുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളതിനെ ബ്രേക്ക് ചെയ്ത് നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടാകും. കാരണം നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ 110% എഫേർട്ട് ഈ റിലേഷനിൽ എടുത്തു കഴിഞ്ഞേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ എന്താണ് ഇനി ചെയ്യാനുള്ള, എന്താണ് ഈ ട്രാവലിങ്ങിൻ്റെ കാർഡാണ്. ലൈക്ക് മാറിയ സാഹചര്യങ്ങളുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു പോകണം, അതിലാണ് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു പീസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റാണ്. ലൈക്ക് അവരെന്താ മാറിപ്പോയത്, എൻ്റെ പേഴ്സൺ എന്തുകൊണ്ടാണ് മാറിപ്പോയത്, അവർക്കിപ്പോൾ എന്നെക്കുറിച്ചിട്ട് ഒരു ചിന്തയില്ല, ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആളൊത്തിരി മാറിപ്പോയി. പക്ഷെ ആൾ ചിന്തിക്കുന്നില്ല ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്സ് കൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ആൾ ചേഞ്ച് ആവാനുള്ള റീസൺ എന്താണ്, അതിൻ്റെ റീസൺ ഞാനാണെന്ന് ആൾ ചിന്തിക്കുന്നില്ല. ആൾ വിക്ടിം റോൾ പ്ലേ ചെയ്യുകയാണ് ഇവിടെ. ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചതിനൊക്കെ റീസൺ നിങ്ങളാണ് എന്നുള്ള രീതിക്കുള്ള ഒരു വിക്ടിം റോളാണ് ആളിവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേഞ്ചിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഐ ഡോണ്ട് നോ. ഇവിടെ ഡാർക്ക് നൈറ്റ് ഓഫ് സോളിൻ്റെ എനർജി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക്. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരിക്കാം ഒരു പക്ഷേ അവരുടെ ലൈഫിലെ തന്നെ ഏറ്റവും മോശപ്പെട്ടിട്ടുള്ളൊരു ഫേസ് ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ആ ഒരു ഫേസിലായിരിക്കാം നിങ്ങളും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുള്ളത് ഒരു പക്ഷേ. നന്യാങ് എപ്പോഴും ഡാർക്ക് നൈറ്റ് ഓഫ് സോളിനെയാണ് കാണിക്കുന്നുള്ളത്. ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരിക്കാം. ഓക്കെ, പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈ നന്യാങ് കാണിക്കുന്നുള്ളത് സ്പിരിച്വൽ കണക്ഷൻസിനെയാണ്, ബാലൻസിനെയാണ് ഈ റിലേഷൻഷിപ്പിൽ. അപ്പം ഞാനൊരു കാര്യം പറയാം ഈ നന്യാങ് വെച്ചിട്ട്. അപ്പം ഏതൊരു നല്ല കാര്യത്തിലും ഒരു ചെറിയ മോശപ്പെട്ടിട്ടുള്ള കാര്യം ഉണ്ടാവും. ഏതൊരു മോശപ്പെട്ട കാര്യത്തിലും ഒരു നല്ല കാര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഏതൊരു നല്ല വ്യക്തിയുടെ ഉള്ളിലും ഒരു മോശമായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാവും. ഏതൊരു മോശപ്പെട്ട ക്യാരക്ടറുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലും ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാവാം. സോ അതാണ് ഇവിടെ സംഭവം.
ലൈക്ക് ഈ ഒരു റിലേഷനിൽ ഓക്കെ എന്ത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, ഇതിൽ എല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചിലതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഇതിന് മോശപ്പെട്ടിട്ടുള്ളൊരു രീതി ലൈക്ക് അങ്ങനെ മനസ്സിലായോ? അത് ഏതരത്തിൽ നിങ്ങൾക്ക് ഒരു സമയത്ത് തന്നെ ഈ റിലേഷൻ നല്ലതാണെന്നും തോന്നും, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ റിലേഷൻ ടോക്സിക് ആണെന്നും ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അതുപോലത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് സെയിം എനർജി തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തത്. ചില സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് ഡീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഈ ഒരു വ്യക്തി ആരുമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു എനർജി ആൾക്ക് ഫീൽ ചെയ്യാറുണ്ട്, നല്ലൊരു കണക്ഷൻ ആണെന്ന് തോന്നും. ചില സമയത്ത് നിങ്ങൾ ഹൈലി ടോക്സിക് ആണെന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നും. ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ, ഇത്രയും ടോക്സിക്കും ഈഗോയിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഡീൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോട്ട്സിലേക്ക് വരും. അപ്പം ഈ റിലേഷനിൽ ഒരു ചേഞ്ചസ് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ 10 ഏഞ്ചൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ടൈം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 10 ഏഞ്ചൽ നമ്പേഴ്സ്. ബട്ട് ലെറ്റിംഗ് ഗോ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ലെറ്റിംഗ് ഗോയുടെ കാർഡ് റിവേഴ്സ് വന്നാൽ എങ്ങനെ വായിക്കുക? നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല. ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ലെറ്റിംഗ് ഗോയെ കുറിച്ചിട്ട് ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്നിട്ടൊരു കാര്യമുണ്ട്. ലൈക്ക് ഇപ്പം ഒരു സിറ്റുവേഷൻസ് ചേഞ്ച് ആയില്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തെ വിട്ട് കളയുക എന്നുള്ളതാണ്. വിട്ട് കളയുക മീൻസ് എന്താണ്? ടോട്ടലി വിട്ട് കളയുക എന്നല്ല, അതൊരാളെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഡിവൈനെ ഏൽപ്പിക്കുകയാണ്, ഗോഡിനെ ഏൽപ്പിക്കുകയാണ്, സറണ്ടർ ചെയ്യുകയാണ്. കാരണം നമുക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്നത്. അപ്പം ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണത്. എന്ന് വെച്ചാൽ അത് ശരിക്കും നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരിക്കത്തില്ല, നമുക്കല്ലാത്തൊരു കാര്യത്തിനെ നമ്മൾ അൺഹെൽത്തി ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ ലൈഫിൽ വരാനുള്ള നല്ല കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലെറ്റിംഗ് ഗോ പറയുന്നുള്ളത്. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരും ലെറ്റിംഗ് ഗോ ചെയ്യുന്ന സമയത്ത്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത്, നിങ്ങളുടെ ട്രൂ സോൾമേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ പാർട്ട്ണർ, നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് പാർട്ട്ണർ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്സ് ആരാണോ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും. അതിപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ലെറ്റിംഗ് ഗോ വളരെ പവർഫുള്ളാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ് ലെറ്റിംഗ് ഗോ. ബിക്കോസ് ലാസ്റ്റ് എന്തിൻ്റെയും അവസാനം ലെറ്റിംഗ് ഗോയാണ്. പോകാൻ അനുവദിക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക. ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഭയങ്കര പവർഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ലെറ്റിംഗ് ഗോ എന്ന് പറയാൻ എന്ത് എളുപ്പമാണ്, പക്ഷെ നമുക്കത് ചെയ്യാനാണ് പാട്. എല്ലാവരും ലെറ്റിംഗ് ഗോ വൺസ് ലൈഫ് ടൈമിൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ റീഡിങ് ഇതിൽ ബേസിലായിരിക്കാം മിക്കപ്പോഴും പല റീഡിങ്സും ചെയ്യുന്നുള്ളത്. അപ്പം ലെറ്റിംഗ് ഗോ കുറച്ച് ഹാർഡാണ്, ബട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് സക്സസ് ഇൻ യുവർ ലൈഫ്, എല്ലാ ഏരിയയിലും. ഓക്കെ, ഹീൽ യുവർ സെൽഫ് ലവ് ചെയ്യുക. ഫസ്റ്റിലെ തന്നെ അവനവൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്യുക, അവനവൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഡ്രീമിന് പുറകെ നിങ്ങൾ ഓടുക. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ലെറ്റിംഗ് ഗോ പോസിബിൾ ആവും. ഇപ്പം നിങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു കസാര ഇട്ട് 24/7 ആളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നിങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്യാൻ തുടങ്ങുകയാണോ, അവർ ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയും ഓർത്തുകൊണ്ട് പിന്നെ ബാക്കിലേക്ക് വരാൻ പാടില്ല. കാരണം നിങ്ങൾ മുന്നോട്ടേക്ക് കാലെടുത്ത് വയ്ക്കാൻ തീരുമാനിച്ചവരാ. അപ്പോൾ ബാക്കിലേക്ക് വീണ്ടും കാലെടുത്ത് വയ്ക്കാൻ പാടില്ല. ലെറ്റിംഗ് ഗോ മീൻസ് ലെറ്റിംഗ് ഗോ, അതാണ് സറണ്ടർ ചെയ്യുക കംപ്ലീറ്റ്ലി. അതിൽ ബാക്കിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ലെന്ന് വെച്ചാൽ ഒരാവശ്യമില്ല. ചില കാര്യങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് വരുന്നുള്ളത്. അത് നിങ്ങളുടെ താണ് എങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളത് എന്താണോ അത് ഡിവൈൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടെത്തിത്തരും. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.